ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എ പത്മകുമാർ, എൻ വാസു, മുരാരി ബാബു എന്നിവരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടി തുടങ്ങി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നീക്കമുണ്ട്. രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ ചോദ്യം ചെയ്യും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ ഇ.ഡി. ശക്തമായ നടപടികളുമായി ഇതിൽ മുന്നോട്ട് പോവുകയാണ്. 1.3 കോടിയുടെ ആസ്തി വകകൾ കണ്ടുകെട്ടിയ വിവരം നമുക്കറിയാം. ഇനി ഇ.ഡി. ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, നടപടികൾ കർശനമാക്കി മുന്നോട്ട് പോവുക എന്ന രീതിയിൽ തന്നെയാണ് ഇ.ഡി. ഉള്ളത്. കാരണം ഇത് വളരെ പെട്ടെന്ന്, വളരെ വേഗതയിൽ ഈ നടപടികളിലേക്ക് കടക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് റെയ്ഡ് ചെയ്ത പരിശോധനകൾ നടത്തി 21 സ്ഥലങ്ങളിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കി ഒരു ദിവസം അത് തികയ്ക്കുന്നതിന് മുൻപ് തന്നെയാണ് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടിയുടെ 8 ഇടങ്ങളിലുള്ള വസ്തുവകകളടക്കം ഫ്രീസ് ചെയ്യുന്ന നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു പ്രതികളുടെ കാര്യങ്ങളിലേക്കും കടക്കുന്നത്. ഇവരുടെ ഈ ഏതെല്ലാം വസ്തുവകകളാണ് ഈ രീതിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയുക, മരവിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. മിക്കവാറും തൊട്ടടുത്ത ദിവസം തന്നെ നമുക്കത് വാർത്താക്കുറിപ്പായിട്ട് തന്നെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം നടപടികൾ കർശനമാക്കി എടുക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇ.ഡിയുടെ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇത് തന്നെയാണ്. കാരണം ഇതിലൂടെ ആർജിച്ച ഈ ഇടപാടുകളിലൂടെ ആർജിച്ച പണം അത് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കുക എന്നതെല്ലാം തന്നെ ഇവരുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടിയിൽ പ്രധാനപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്തരം ഈ സ്വത്ത് മരവിപ്പിക്കൽ നടപടികൾ, പിന്നീട് അത് വസ്തു കണ്ടുകെട്ടൽ, ഈ മൂല്യം തിരികെ പിടിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് അത് കണ്ടുകെട്ടൽ, ഇതെല്ലാം തന്നെ ഇ.ഡിക്ക് വളരെ പെട്ടെന്ന് നടപ്പാക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അതിനുള്ളൊരു അധികാരം അവർക്കുണ്ട്. സാധാരണഗതിയിലുള്ള ഈ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ അവർക്ക് ഇല്ലാത്ത രീതിയിലേക്ക് ഇടപെടാൻ കഴിയുന്നത് ഇ.ഡിക്ക് അവിടെയാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് നടപടികൾ ഊർജിതമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പത്മകുമാറിൻ്റെയും മുരാരി ബാബുവിൻ്റെയും അതോടൊപ്പം തന്നെ എൻ വാസുവിൻ്റെയും എല്ലാം തന്നെ വിശദമായ സ്വത്തുക്കളുടെ വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നീക്കമുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. വലിയ രീതിയിലുള്ള ഇടപാടുകൾ ഇവരെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇ.ഡിയുടെ ഇതുവരെയുള്ള ഒരു നിഗമനം. പ്രാഥമികമായി ലഭിച്ച വിവരശേഖരത്തിൽ നിന്നും അതുതന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം പരിശോധിച്ചതിലൂടെ ലഭിച്ച രേഖകൾ പലതും ഇതിനെ തെളിവായിട്ട് ഇ.ഡി സമർത്ഥിക്കുന്നുണ്ട്. പലതിലും തന്നെയും ഈ സ്വർണം ചെമ്പാക്കി മാറ്റി രേഖപ്പെടുത്തിയതിനടക്കമുള്ള വലിയ തെളിവുകൾ ഇവർക്കെതിരെയെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭരണാനുമതി മാത്രമാണ് തങ്ങൾ നൽകിയിട്ടുള്ളത് എന്നൊരു വാദം അത് വിലപ്പോകുന്നില്ല. അത് ആ രീതിയിലേക്ക് പറഞ്ഞു വാദിക്കുന്നതിൽ വലിയ കാര്യമുണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഇനി കൂടുതൽ പരിശോധനകൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ട പരിശോധനകൾ പൂർത്തിയാക്കി ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ ഒരു ക്രോഡീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇനി അത് കൂടുതൽ പ്രതികളിലേക്ക് നീങ്ങുമോ? അതായത് പ്രത്യേക അന്വേഷണ സംഘം 11 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം തന്നെ പറയുന്നു. അന്വേഷണ സംഘം എത്തുന്നതിന് മുൻപ് തന്നെ ഇ.ഡി അവരിലേക്ക് എത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത്. കാരണം അന്വേഷണ സംഘം ഇതുവരെയും ദൗത്യ സംഘത്തിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തതോ അല്ലെങ്കിൽ ഇനി അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതോ ആയ ആളുകളിലേക്കായിരിക്കുമോ ഇ.ഡി തിരിയുന്നത് എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണമെല്ലാം ആ വഴിക്ക് തന്നെ നീങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ വരികയും ചെയ്യും. സ്പോൺസർഷിപ്പ് വിവാദത്തിൽ വലിയ രീതിയിലുള്ള തുക ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം ഈ സ്പോൺസർഷിപ്പ് എന്ന പേരിലുണ്ടായിരുന്നത് വലിയ തട്ടിപ്പായിരുന്നു. വലിയ രീതിയിലുള്ള ഭക്തരുടെ കാണിക്കുകയും മറ്റും ഈ രീതിയിലേക്ക് ഇവർ വകമാറ്റുകയായിരുന്നു. പല രീതിയിൽ അവിടെ നിന്ന് ആസൂത്രിതമായി അവിടെ നിന്ന് സംഘം ചേർന്ന് പല രീതിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിൻ്റെ എല്ലാം തന്നെ വിശദാംശങ്ങൾ, അതിൻ്റേതെല്ലാം തന്നെ ആ ഒരു
ധനം മറ്റുള്ളവരിലേക്കെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരിലേക്കും അവരുടെ ഒരുപക്ഷെ ബിനാമികളായ സ്ഥാപനങ്ങളിലേക്കും എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ അന്വേഷണങ്ങളുടെ പരിശോധനകളുടെ എല്ലാം തന്നെ ഒരു രത്നച്ചുരുക്കം. ഏതായാലും ആ രീതിയിൽ തന്നെയാണ് ED മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യപ്രതിയുടെ സ്വത്ത് മരവിപ്പിക്കുകയും നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇനിയിപ്പോൾ മറ്റു പ്രതികളിലേക്ക് കൂടി സമാനമായ രീതിയിലുള്ള അന്വേഷണവും നടപടികളും കടന്നു ചെല്ലുകയാണ്. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.